നമസ്കാരം. നമ്മൾ നോക്കുന്ന സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റെയിൻ ഗേജസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? റെയിൻ ഗേജ് എന്താണ്? റെയിൻ ഗേജ് റെയിൻഫോൾ, അതായത് മഴ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെയിൻ ഗേജ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെയിൻ ഗേജ് നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഒരുപാട് റെയിൻ ഗേജസ് ഒരു ഏരിയയിൽ വെക്കേണ്ട അവസരം വരും. കാരണം ഏരിയ വലുതാവും തോറും നമ്മൾ റെയിൻ ഗേജസിന്റെ എണ്ണം കൂട്ടേണ്ടി വരും അല്ലേ? അപ്പോ ആ ഒരു റെയിൻ ഗേജ് നെറ്റ്വർക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കുറച്ച് IS കോഡ് റെക്കമെൻഡേഷൻസും നമ്മൾ പറഞ്ഞു. IS കോഡ് ഇത്ര ഏരിയയിൽ ഇത്ര റെയിൻ ഗേജസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻ ഗേജസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു ഫോർമുല പഠിച്ചു അല്ലേ? N is equal to CV/P the whole square എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോർമുല നമ്മൾ നോക്കി. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് കാച്ച്മെന്റിനെ കുറിച്ചായിരുന്നു. ഒരു കാച്ച്മെന്റ് ഏരിയ എന്താണ്? ഒരു കാച്ച്മെന്റ് ഏരിയ അതിന്റെ ഡെഫിനിഷൻ നോക്കി. പിന്നെ അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാച്ച്മെന്റ് നോക്കി അല്ലേ? ഫ്രീ കാച്ച്മെന്റ്, ഇന്റർസെപ്റ്റഡ് കാച്ച്മെന്റ്, കമ്പൈൻഡ് കാച്ച്മെന്റ്, അങ്ങനെ പല ടൈപ്സ് ഓഫ് കാച്ച്മെന്റ് നമ്മൾ നോക്കി. അപ്പോ പിന്നെ അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. കാച്ച്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു കാച്ച്മെന്റിനെ എപ്പോഴാണ് നമ്മൾ ഗുഡ് കാച്ച്മെന്റ്, എപ്പോഴാണ് ബാഡ് കാച്ച്മെന്റ്, അതുപോലെ എപ്പോഴാണ് ആവറേജ് കാച്ച്മെന്റ് എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ നോക്കി അല്ലെ? റൺ ഓഫിന്റെ അടിസ്ഥാനത്തിലാണ് കാച്ച്മെന്റിന് ഗുഡ്, ആവറേജ്, ബാഡ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു റെയിൻ ഗേജ് നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു റെയിൻ ഗേജ് നെറ്റ്വർക്കില് ആവറേജ് റെയിൻഫോൾ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? അതായത് നമുക്ക് ഒരുപാട് റെയിൻ ഗേജസ് ഉണ്ട്. അപ്പൊ ആ റെയിൻ ഗേജുകളുടെ ഒക്കെ ആവറേജ് വാല്യൂ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ മെഷർമെന്റ് ഓഫ് ആവറേജ് റെയിൻഫോൾ ഓവർ എ കാച്ച്മെന്റ്. അപ്പൊ നമ്മൾ ആവറേജ് റെയിൻഫോൾ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വേണം. ഒരു കാച്ച്മെന്റ് ഏരിയ, നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്തു. അപ്പൊ ആ ഒരു ഏരിയയിൽ നമ്മൾ ഒരുപാട് റെയിൻ ഗേജസ് വെച്ചു. ഫോർ എക്സാമ്പിൾ ഞാൻ 5 റെയിൻ ഗേജ് വെച്ചു വിചാരിക്കാം. ആ 5 റെയിൻ ഗേജുകൾ ഞാൻ വെച്ചാൽ ഓരോ റെയിൻ ഗേജിലും മഴ വന്ന് വീഴും അല്ലേ? അപ്പൊ ഒരു റെയിൻഫോൾ വാല്യൂ എനിക്ക് കിട്ടും. ഒരു ഡെപ്ത്, ഇത്ര ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് എനിക്ക് കിട്ടും. അങ്ങനെ 5 വാല്യൂ കിട്ടും. ആ 5 വാല്യൂസിന്റെയും ആവറേജ് കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ബേസിക്കലി 4 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ആവറേജ്, അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ്, പിന്നെ ഒന്ന് തീസൺ പോളിഗൺ മെത്തേഡ്, പിന്നെ ഒന്ന് ഐസോഹൈറ്റൽ മെത്തേഡ്, പിന്നെ ഒന്ന് ഗ്രിഡ് പോയിന്റ് മെത്തേഡ്. അപ്പൊ 4 മെത്തേഡ്സ് ആണുള്ളത്. അതില് 3 ആണ് ഇമ്പോർട്ടന്റ്, 4മത്തത് അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, പക്ഷെ ആദ്യത്തെ 3 മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ നമ്മള് ആ ഒരു, നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയുമ്പോൾ ഒരു മനസ്സിലൊരു പിക്ചർ വരണം. ഒരു കാച്ച്മെന്റ് ഏരിയ, അപ്പൊ ഇതാണ് ഒരു ബേസിൻ അല്ലെങ്കിൽ കാച്ച്മെന്റ് ഏരിയ. അപ്പൊ അതിൽ നമ്മൾ റെയിൻ ഗേജസ് വെക്കുകയാണ്. ഇതിപ്പോ 1, 2, 3, 4 റെയിൻ ഗേജ് ഉണ്ട്. അതില്
3 അകത്താണ് വരുന്നത്, 1 പുറത്താണ്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ കാച്ച്മെന്റിന്റെ ഉള്ളിലുള്ള റെയിൻ ഗേജസിന്റെ ആവറേജ് പ്രസിപ്പിറ്റേഷൻ. അതായത് ഈ 1, 2, 3 ഈ 3 റെയിൻ ഗേജ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. നമുക്ക് എത്ര റെയിൻ ഗേജ് ഉണ്ടോ അതിന്റെ ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ മെത്തേഡ്സ് ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യത്തെ മെത്തേഡ് അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ്. അപ്പൊ ഒരു അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ് എന്താ നമുക്ക് നോക്കാം. സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആവറേജ് റെയിൻഫോൾ. അപ്പൊ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. The average rainfall is calculated by arithmetic average of recorded rainfall at various stations. അതായത് നിങ്ങൾക്ക് ആവറേജ് കാണാൻ അറിയുമല്ലോ അല്ലേ? അപ്പൊ നമ്മള് എന്താണ് നിങ്ങളുടെ CGP ഒക്കെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ സബ്ജക്ട്സും എന്താണ് ചെയ്യുന്നത്? ഇത് ചെയ്തിട്ട് എന്താണ് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സബ്ജക്ട്സ് ചെയ്യുന്നില്ലേ? അതാണ് ആവറേജ് കാണുന്നത്. ഓക്കെ, അപ്പൊ ആവറേജ് റെയിൻഫോൾ ഈസ് കാൽക്കുലേറ്റഡ് ബൈ അരിത്മെറ്റിക് ആവറേജ് ഓഫ് റെക്കോർഡഡ് റെയിൻഫോൾ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന റെയിൻഫോൾ, അതായത് ഇപ്പൊ എന്താ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കൂ. ഇപ്പൊ നമുക്കൊരു കാച്ച്മെന്റ് ഏരിയ ഉണ്ട്, അതിൽ നമ്മൾ റെയിൻ ഗേജസ് കൊടുക്കുകയാണ്. പുറത്തും കൊടുക്കും അകത്തും കൊടുക്കും. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് അകത്തുള്ള റെയിൻ ഗേജസ്, അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന കാച്ച്മെന്റിന്റെ അകത്തുള്ള റെയിൻ ഗേജസ്. അപ്പൊ അതിലൊക്കെ ഈ എഴുതിയിരിക്കുന്നത് പ്രസിപ്പിറ്റേഷൻ ഡാറ്റയാണ്. അതായത് 75.7 mm ഓഫ് വാട്ടർ, അത്രയായിരിക്കും ഈ റെയിൻ ഗേജിൽ വന്ന റീഡിംഗ്. ഇവിടെ 37.1 mm, mm സെന്റിമീറ്റർ ഒക്കെ മാറാം, അത് ക്വസ്റ്റ്യനിൽ തരും നിങ്ങൾക്ക്. അപ്പൊ അത് ഓർത്ത് പേടിക്കണ്ട. അപ്പൊ ഇവിടെ ഇപ്പൊ 37.1 mm ഓഫ് റെയിൻഫോൾ. അപ്പൊ ഇതിന്റെ ഈ ഒരു റെയിൻ ഗേജിൽ വന്നത് എത്ര ഡെപ്ത് ആണ്? 37.1 mm ഡെപ്തിലാണ് ഈ ഒരു റെയിൻ ഗേജിൽ വന്നിട്ടുള്ളത്. അതുപോലെ അടുത്തത് 48.8 mm, അതുപോലെ 68.3, അതുപോലെ 127. അപ്പൊ ഈ 5 റീഡിങ്സിന്റെയും ആവറേജ് നിങ്ങൾ കാണണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ അരിത്മെറ്റിക് ആവറേജ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സിമ്പിൾ ആയിട്ട് ആവറേജ് കണ്ടുപിടിക്കാം. അതായത് ഈ തന്നിരിക്കുന്ന പ്രസിപ്പിറ്റേഷൻസ് എല്ലാം കൂട്ടുക, ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻസ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ ഇതാ നോക്കൂ, നമുക്കൊന്ന് ഫോർമുല നോക്കാം. ഇഫ് P1, P2, P3, etc. Pn are the rainfall values measured at n gauge stations. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ 75.7, 37.1 ഇതൊക്കെയാണ് P1, P2, P3, P4, P5. അപ്പൊ അങ്ങനെ 5 വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, പിന്നെ n are the rainfall values measured at n gauge stations. അപ്പൊ n എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? 1, 2, 3, 4, 5. അപ്പൊ n എന്ന് പറയുന്നത് 5 റെയിൻ ഗേജ് സ്റ്റേഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ആവറേജ് കണ്ടുപിടിക്കുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന റെയിൻഫോള് എല്ലാം കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 5. ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ് അല്ലെ? അപ്പൊ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? P average is equal to P1 plus P2 plus P3 plus etc. Pn എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര എണ്ണം ഉണ്ടോ അത്രയും. ഇപ്പൊ ഇവിടെ 5 ആണെങ്കിൽ 5 എണ്ണം, P5 വരെയാണ് ഉണ്ടാവുക, ഡിവൈഡഡ് ബൈ n. n ഈ കേസിൽ 5 ആണ്, അത് മാറും. ഓക്കെ,
അപ്പൊ എത്ര റെയിൻ ഗേജ് സ്റ്റേഷൻസ് ആണ് എന്നുള്ളതാണ് n സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് ഷോർട്ട് ആക്കി എഴുതിയതാണിത് സിഗ്മ. ഇത് സമ്മേഷൻ. സമ്മേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതിന്റെ സിമ്പൽ ആണ് ഈ കാണുന്ന ഈ പോലെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് ആഡ് ചെയ്യുക, സമ്മേഷൻ സിഗ്മ. ഇപ്പൊ സിഗ്മ pi where I equal to 1 to n divided by n. ഈ ഫോർമുല ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആവറേജ് എങ്ങനെയാണ് കാണുന്നത്, ഈ ഒരു അരിത്മെറ്റിക് ആവറേജ് മെത്തേഡിൽ ആവറേജ് എങ്ങനെ കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇങ്ങനെ എഴുതാൻ അറിയുന്നവര് ഇങ്ങനെ എഴുതുക, നല്ലതാണ്. കാണുന്ന, ഞാൻ പറഞ്ഞല്ലോ, നോക്കുന്ന എക്സാമിനർക്ക് അത് വളരെ നല്ലതാണ്. കാണുമ്പോൾ കുട്ടിക്ക് നല്ലോണം അറിയാം എന്നുള്ളൊരു ഇത് വരും, ഇംപ്രഷൻ വരും. അപ്പൊ അറിയാമെങ്കിൽ എഴുതുക, പറ്റുമെങ്കിൽ എഴുതുക. പിന്നെ പറ്റാത്തവര് ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. അപ്പോൾ എത്ര നമുക്ക് precipitation ഡേറ്റ ഉണ്ടോ അത് മുഴുവൻ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ n, നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻസ്. അപ്പോൾ എളുപ്പമല്ലേ ഇത്? അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ് സിമ്പിൾ മെത്തേഡാണ് അല്ലേ? വെറുതെ ആവറേജ് കണ്ടാൽ മതി. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? സ്യൂട്ടബിൾ മെത്തേഡ് വെൻ റെയിൻഫോൾ ഇസ് യൂണിഫോം. പൊതുവെ റെയിൻഫോൾ നമുക്ക് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് നല്ലതാണ്. പക്ഷേങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വളരെ കൂടുതലായിരിക്കും റെയിൻഫോൾ. ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ ഒരു ഏരിയയിൽ വളരെ കൂടുതലാണ് അല്ലെ, 127 mm റെയിൻഫോൾ വരുന്നുണ്ട്. നേരെ മറിച്ച് ഈ ഒരു ഏരിയ നോക്കൂ, 37.1 mm വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ലാർജ് വേരിയേഷൻ വരികയാണെങ്കിൽ അവിടെ ഈ മെത്തേഡ് അത്ര സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അടുത്തത് തീസൺ പോളിഗൺ മെത്തേഡ്. തീസൺ പോളിഗൺ മെത്തേഡ്. അപ്പൊ ഇതില് ഒരു പോളിഗൺ വരയ്ക്കും. എന്താണ് ഒരു പോളിഗൺ എന്ന് വെച്ചാല്? ഏതൊരു എൻ സൈഡഡ് ഫിഗർ, അതിനെ നമ്മൾ പോളിഗൺ എന്ന് പറയും അല്ലേ? നമുക്കറിയാം സ്ക്വയർ, ട്രയാങ്കിൾ എന്താണെന്ന് അറിയാം, ട്രയാങ്കിൾ അറിയാം. റെക്ടാങ്കിൾ അതൊരു 4 സൈഡഡ് ഫിഗർ ആണ്. ഒരു 5 സൈഡഡ് ഫിഗറിന് എന്ത് പറയും? പെന്റഗൺ അല്ലേ? പെന്റ എന്ന് പറഞ്ഞാൽ 5. അപ്പൊ പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡഡ് ഫിഗർ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഇനിയൊരു സംശയം വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അതുപോലെ 6 സൈഡഡ് ഫിഗർ ആണെങ്കിൽ എന്ത് പറയും? 6 സൈഡഡ് ഫിഗറിനെ ഹെക്സഗൺ. ഹെക്സ എന്ന് പറഞ്ഞാൽ 6. അപ്പൊ ഹെക്സഗൺ. അപ്പൊ പിന്നെ അതുപോലെ 7 സൈഡഡ് ഫിഗർ, 7ന് എന്താ പറയാ? ഹെപ്റ്റഗൺ. ഹെപ്റ്റ എന്ന് പറയാം, HEPTA, ഹെപ്റ്റ എന്ന് പറയുന്നത് 7. അപ്പൊ ഹെപ്റ്റഗൺ. അപ്പൊ നമുക്ക് എത്ര സൈഡ് ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഏത് ഫിഗർ ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു ടേം ആണ് പോളിഗൺ അല്ലേ? അതായത് n സൈഡഡ് ആണ്. ഈ പോളിഗൺ 5 സൈഡഡ് ആണെങ്കിൽ പെന്റഗൺ എന്ന് പറയും. 6 സൈഡഡ് ആണെങ്കിൽ പോളിഗൺ എന്ത് വിളിക്കും? ഹെക്സഗൺ എന്ന് വിളിക്കും. 7 സൈഡഡ് ആണെങ്കിൽ ഹെപ്റ്റഗൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഒരു പോളിഗൺ. അപ്പൊ തീസൺ എന്ന് പറഞ്ഞ ഒരാള് ഉണ്ടാക്കിയ മെത്തേഡ് ആണിത്. തീസൺസ് പോളിഗൺ മെത്തേഡ്. അപ്പൊ ഒരു പോളിഗൺ ആയി അയാൾ വരച്ചു. അപ്പൊ എന്താണെന്ന് നമുക്ക് കൂടുതൽ നോക്കാം. This method is a more common method of weighing the rain gauge observations according to the area. അപ്പൊ നമുക്ക് റെയിൻ ഗേജ്, നമുക്കറിയാം ഒരു കാച്ച്മെന്റ്, നമ്മളൊരു കാച്ച്മെന്റ് മനസ്സിൽ വിചാരിക്കുക. കാച്ച്മെന്റ്, അതില് റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ട് അല്ലെ? ഒരു 5 റെയിൻ ഗേജ് സ്റ്റേഷൻസ് വിചാരിക്കുക. അപ്പോ ഈ റെയിൻ ഗേജസിനെയൊക്കെ അതിന്റെ ഏരിയ, കറസ്പോണ്ടിങ് ഏരിയ ആയി ഒരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ദിസ് മെത്തേഡ് ഇസ് എ മോർ കോമൺ മെത്തേഡ് ഓഫ്
weighing the rain gauge observations according to the area. ഏരിയനെ ബേസ് ചെയ്ത് നമ്മൾ ആ ഒരു റെയിൻ ഗേജ് സ്റ്റേഷനിന് എന്താ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതായത് വലിയ ഏരിയ ആണെങ്കിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കും, ചെറിയ ഏരിയ ആണെങ്കിൽ കുറച്ച് വെയിറ്റേജ് ആണ് കൊടുക്കുക. അപ്പോൾ ഏരിയനെ വെച്ച് നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വെയ്റ്റഡ് മീൻ മെത്തേഡ്. വെയ്റ്റഡ് മീൻ മെത്തേഡ് എന്നും പറയും. അതായത് വെയിറ്റേജ് കൊടുക്കുന്നത് കൊണ്ടാണ് ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനും അതിൻ്റെതായ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വെയിറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിനും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഓരോ വെയിറ്റേജ് ഇല്ലേ. അതായത് ഇപ്പോ ടോസ് എടുക്കുക, ടോസിന് 5 ക്രെഡിറ്റ് ആണ്, അപ്പൊ അതിനൊരു 5 ക്രെഡിറ്റ് വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇറിഗേഷൻ എടുക്കുക, അതിനൊരു 4 ക്രെഡിറ്റ് വെയിറ്റേജ് ആണ് ഉള്ളത്. ട്രാൻസ്പോർട്ടേഷൻ എടുക്കുക, അപ്പൊ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ വെയിറ്റേജ് ഉണ്ട്. 3 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ് ഉണ്ടാവും, 2 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ ഓരോ സബ്ജക്റ്റിനും ഓരോ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനും ഓരോ വെയിറ്റേജ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ വെയിറ്റേജ് കൊടുക്കുന്നത് അതിന്റെ ഏരിയനെ ബേസ് ചെയ്തിട്ടാണ്. എത്രത്തോളം ഏരിയ ആ ഒരു റെയിൻ ഗേജ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതനുസരിച്ചാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വെയിറ്റേജ് കൊടുക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് അക്യുറേറ്റ് ദാൻ അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ്. അപ്പൊ അരിത്മെറ്റിക് ആവറേജ് മെത്തേഡിനെക്കാട്ടിലും അക്യുറേറ്റ് ആണ്, കാരണം നമ്മൾ ഓരോന്നിനും അതിൻ്റെതായ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് മോർ അക്യുറേറ്റ് ദാൻ അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ്. അരിത്മെറ്റിക് ആവറേജിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ വെറുതെ ആ പ്രസിപ്പിറ്റേഷൻ വാല്യൂസ് എടുത്തു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻസ് ചെയ്തു, അല്ലേ? അപ്പൊ അങ്ങനെയല്ല, ഇതിലൊരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് മോർ അക്യുറേറ്റ് ദാൻ അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ്. അപ്പൊ ഇവിടെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആവറേജ് റെയിൻഫോൾ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. അപ്പൊ ഈ ഒരു ഫോർമുല വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏരിയ തിരിക്കാന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്. ഇതാണ് നമ്മുടെ കാച്ച്മെന്റ് ഏരിയ. ഇത് കാച്ച്മെന്റ് ഏരിയ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം. 4 റെയിൻ ഗേജ് സ്റ്റേഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇപ്പൊ ഞാൻ എ ബി സി ഡി ഇതാണ് എൻ്റെ 4 റെയിൻ ഗേജ് സ്റ്റേഷൻസ്. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റേഷനും ഞാൻ ഇത്ര ഏരിയ അലോട്ട് ചെയ്യാണ്, ഇത്ര ഏരിയ കൊടുക്കുകയാണ് ഞാൻ ഓരോ സ്റ്റേഷനും. അപ്പൊ ആ കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഏരിയ, ഇത്ര ഏരിയ ആണ് നമ്മുടെ ഡി റെയിൻ ഗേജ് സ്റ്റേഷന് കിട്ടുന്നത്, അതുപോലെ എ റെയിൻ ഗേജ് സ്റ്റേഷൻ ഇത്ര ഏരിയ ആണ് എന്നുള്ളത് എങ്ങനെയാ എനിക്ക് മനസ്സിലായത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് ഇങ്ങനെ വരയ്ക്കാൻ. അപ്പൊ അതെങ്ങനെയാ ചോദിച്ചാൽ, ജോയിൻ ദ അഡ്ജസന്റ് റെയിൻ ഗേജ് സ്റ്റേഷൻസ്. അപ്പൊ നമ്മള് അടുത്തുള്ള റെയിൻ ഗേജ് സ്റ്റേഷൻസ് ജോയിൻ ചെയ്യാം. കണ്ടോ, ജോയിൻ ദ അഡ്ജസന്റ് റെയിൻ ഗേജ് സ്റ്റേഷൻസ്. അപ്പൊ എന്റെ അഡ്ജസന്റ് ആയിട്ടുള്ളത് ഏതാ? അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തുള്ളത്, തൊട്ടടുത്തുള്ള റെയിൻ ഗേജ് സ്റ്റേഷൻ. അപ്പൊ എന്റെ അടുത്ത് ബിയും വരും ഡിയും വരും. സി ദൂരെയല്ലേ, ബിനെയും ഡിനെയും വെച്ച് നോക്കുമ്പോൾ സി ദൂരെയാണ് അല്ലേ? അപ്പോ തൊട്ടടുത്ത് വരുന്ന റെയിൻ ഗേജ് സ്റ്റേഷൻസ് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെ വരച്ചതാണ് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ, ബിയിൽ നിന്ന് സി, സി ഡി, ഡി ഇ. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത് വരച്ചു. ഇനി എന്താ വേണ്ടത്? കൺസ്ട്രക്ട് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ലൈൻസ്. അപ്പൊ ഓരോ ലൈനിന്റെയും, അതായത് എ ബി, ബി സി, സി ഡി, ഡി എ, ഈ 4 ലൈനിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? ഈ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് 90 ഡിഗ്രി ഒരു ലൈൻ വരയ്ക്കണം. അതും ബൈസെക്ട് ചെയ്യണം. ബൈസെക്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ലൈനിനെ
ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ബൈസെക്ട് ചെയ്യാന്ന് പറയുന്നത്. ബൈ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഈക്വൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ട്രൈസെക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? 3 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതിപ്പോ ബൈസെക്ടർ ആയിട്ട് വരയ്ക്കണം, അതായത് 2 ഈക്വൽ പോർഷൻസ് ആക്കിയിട്ട്. അപ്പൊ കണ്ടോ, ഞാൻ ഈ ഒരു AB ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചതാണ് ഇത്. ഓക്കെ, അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി. നോക്കൂ, ഇത് AB ലൈനിനോട് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ എന്ത് തന്നെയാണ്? ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതുപോലെ BC ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഈ BCയുടെ 90 ഡിഗ്രി ആണ് ഈ ഒരു ലൈൻ. അതുപോലെ തന്നെ ഇതിനെ ഈക്വൽ ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യും. അതുപോലെ ഈ ഒരു CD ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു CDനെ 90 ഡിഗ്രി, ഈ CDനോട് 90 ഡിഗ്രി ആണ് ഈ ലൈന് അല്ലേ? അതുപോലെ തന്നെ ഈ CDനെ ഈക്വൽ ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ 10ൽ പഠിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ AD ലൈൻ, DA ലൈനിനോട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ കാണുന്ന ലൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇതൊക്കെ സ്റ്റേഷൻസ് തമ്മിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് ഓരോ ലൈനിനോടും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? The polygon formed by the perpendicular bisectors around a station encloses an area which is everywhere closer to that station than to any other station. അതായത് ഈ നമുക്ക് കിട്ടിയ പോളിഗൺ, ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സിന്റെ ലൈന്. അപ്പൊ ഈ ഒരു ലൈന് എൻക്ലോസ് ചെയ്യുന്ന ഈ ഏരിയ ആണ് നമ്മുടെ A സ്റ്റേഷനിന്റെ ഏരിയ. മനസ്സിലായല്ലോ? നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ, ഈ ഒരു ഏരിയ. ഇപ്പൊ ഇതാണ് റെയിൻ ഗേജ് സ്റ്റേഷൻ എന്റെ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയിൻ ഗേജ് സ്റ്റേഷൻ ബിന്റെ ഏരിയ അപ്പൊ എന്തായിരിക്കും? ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സിന്റെ ഏരിയ. ഈ ഒരു ഏരിയ ആണ് ബി എന്ന് പറയുന്ന റെയിൻ ഗേജ് സ്റ്റേഷന്റെ ഏരിയ. അതുപോലെ തന്നെ സിന്റെ ഏരിയ എന്ന് പറയുന്ന ഇതായിരിക്കും. ഓക്കെ, അതുപോലെ ഡിന്റെ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ജോയിൻ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കറക്റ്റ് ഇപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് കൂട്ടിമുട്ടില്ല, മുട്ടണമെന്നില്ല. മുട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ മുട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 2 കോർണേഴ്സും കൂടെ ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. ആ 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏരിയ കണ്ടുപിടിക്കുന്നത്. ഓരോ റെയിൻ ഗേജ് സ്റ്റേഷന്റെയും കറസ്പോണ്ടിങ് ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് ഈ മെത്തേഡ് വെച്ചിട്ട് കേട്ടോ. തീസൺ പോളിഗൺ മെത്തേഡ് വെച്ച് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫൈൻഡ് ദ ഏരിയ ഓഫ് ഈച്ച് ഓഫ് ദീസ് പോളിഗൺസ് ഷോൺ ഹാഷ്ഡ് ഇൻ ദ ഫിഗർ. അപ്പൊ ഈ ഹാച്ച് ചെയ്ത് കാണിച്ച എല്ലാ പോളിഗണിന്റെയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. കമ്പ്യൂട്ട് ദ ആവറേജ് precipitation using the given formula. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കും. ഫോർമുല വെച്ച് ആവറേജ് കണ്ടുപിടിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏതാ ഫോർമുല യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നോക്കൂ, ഒന്നും കൂടെ നോക്കൂ. ദ ആവറേജ് റെയിൻഫോൾ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ പി ആവറേജ് എന്ന് പറയുന്നത് P1A1 പ്ലസ് P2A2 പ്ലസ് P3A3 പ്ലസ് എക്സെട്ര PNAN. അപ്പൊ ഈ P1 എന്ന് പറയുന്നത് ആ ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ, A1 എന്ന് പറയുന്നത് അതിനെ എൻക്ലോസ് ചെയ്യുന്ന ഭാഗം, അതിന്റെ ഏരിയ, ആ ഒരു ചെറിയ ഏരിയ. അതുപോലെ P2 റെയിൻ ഗേജ് സ്റ്റേഷൻ അതിന്റെ ഏരിയ,
P3 railway station അതിന്റെ ഏരിയ, P4 railway അതിന്റെ ഏരിയ. അപ്പൊ അങ്ങനെ n number of railway stations നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയാവുമ്പോൾ ഓരോന്നിനെയും അതിന്റെ കറസ്പോണ്ടിങ് ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ദ കാച്ച്മെന്റ്. ആ ടോട്ടൽ കാച്ച്മെന്റ് ഏരിയ എത്രയായിരുന്നോ അത് ഡിവൈഡ് ചെയ്യാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതും നമ്മൾ ഒരു നൊട്ടേഷനിൽ എഴുതിയിട്ടുണ്ട്. സിഗ്മ പി ഐ എ ഐ വേർ ഐ ടെൻസ് ടു ഫ്രം i equal to 1 to n by sigma i equal to 1 to n ai. അത് പറ്റുന്നവർ പഠിക്കുക, എഴുതുക. അല്ലാത്തവർ ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. P1A1 plus P2A2 plus P3A3 അങ്ങനെ. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. P1 എന്ന് പറയുന്നത് ഒരു റെയിൽവേജ് സ്റ്റേഷനിലുള്ള precipitation. A1 എന്ന് പറയുന്നത് ആ റെയിൽവേജ് സ്റ്റേഷന്റെ ഏരിയ, എൻക്ലോസ് ചെയ്യുന്ന ഏരിയ, നമ്മളൊരു പോളിഗൺ വരച്ച് കണ്ടുപിടിച്ച ഏരിയ. അതുപോലെ P2A2 എന്ന് പറയുമ്പോൾ P2 റെയിൽവേജ് സ്റ്റേഷനിൽ വരുന്ന വാല്യൂ, A2 എന്ന് പറയുമ്പോൾ അത് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ. അതുപോലെ P3 അതിന്റെ ഏരിയ, P4 അതിന്റെ ഏരിയ. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ കാച്ച്മെന്റ് ഏരിയ. അതായത് എല്ലാ ഏരിയയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ മുഴുവൻ കാച്ച്മെന്റിന്റെ ഏരിയ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര AN എന്ന് എഴുതി. എത്ര n എന്ന് പറയുമ്പോൾ എത്ര ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ അത്രയും. അതായത് എത്ര റെയിൽവേജ് സ്റ്റേഷൻസ് ഉണ്ടോ അത്രയും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, this method is based on the assumption that a railway station best represents the area which is close to it. അതായത് ഈ ഒരു റെയിൽവേജ് സ്റ്റേഷൻ, അപ്പൊ നമ്മൾ പറഞ്ഞത് വെയ്റ്റഡ് മീൻ മെത്തേഡ് ആണ്. അതായത് ഒരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. ആ വെയിറ്റേജ് കൊടുക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഏരിയ. അപ്പൊ ആ ഒരു ഏരിയയിൽ കറക്റ്റ് ആയിട്ട് എത്ര റെയിൻഫോൾ കിട്ടും എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് തീസൺ പോളിഗൺ മെത്തേഡ്. നമുക്ക് ഈ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ അരിത്മെറ്റിക് ആവറേജ് മെത്തേഡിന്റെ അതേ ഫോർമുല, അതുപോലത്തെ ഒരു ഫോർമുല തന്നെയാണ്. പക്ഷേങ്കിൽ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ ഏരിയ. അവിടെ ഒരു ഏരിയ, അവസാന ഒരു ഏരിയ, ടോട്ടൽ കാച്ച്മെന്റ് ഏരിയ എടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ പോളിഗൺസ് ആയി തിരിച്ചു. ആ ടോട്ടൽ കാച്ച്മെന്റ് ഏരിയനെ ചെറിയ ചെറിയ പോളിഗൺസ് ആയിട്ട് തിരിച്ചു. എന്നിട്ട് ഓരോ ഏരിയാസും കൺസിഡർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. അതിനു മുന്നേ ഡിഫക്ട്സ് ഓഫ് തീസൺ പോളിഗൺ മെത്തേഡ്, ഈ ഒരു മെത്തേഡിന്റെ കുറച്ച് ഡിഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. A new Thiessen diagram is required if there is an addition or deletion of railway station for the basin. അതായത് ഒരു റെയിൽവേജ് സ്റ്റേഷൻ പെട്ടെന്ന് ഒഴിവാക്കുകയാണ് നമ്മൾ. ഇപ്പൊ ABCDEF നമുക്ക് 6 റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ 6 സ്റ്റേഷൻസിൽ ഒരു സ്റ്റേഷൻ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു. അതായത് F ഒഴിവാക്കേണ്ടി വന്നാൽ നമുക്ക് വീണ്ടും ഈ ചിത്രം ഒന്നും കൂടെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഏരിയ അതിനനുസരിച്ച് മാറും, എല്ലാത്തിന്റെ ഏരിയ മാറും അല്ലെ? അതാണ് എഴുതിയിട്ടുള്ളത്. എ ന്യൂ തീസൺ ഡയഗ്രാം ഈസ് റിക്വയർഡ്. എപ്പോ നമ്മൾ ഒരു സ്റ്റേഷൻ പുതുതായി ആഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ ഒഴിവാക്കുകയാണെങ്കിലൊക്കെ വീണ്ടും നമ്മൾ ഈ ഡയഗ്രാം വരച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടുള്ളതാണ്. നേരെ മറിച്ച് ആദ്യം നമ്മൾ കണ്ട അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ് അതിലൊന്നും ഇല്ലായിരുന്നു അല്ലെ? വെറുതെ നമ്മൾ ABCDE അവിടെ എല്ലാം ഉള്ള ഡേറ്റകളുടെ ആവറേജ് എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത് കൊണ്ട് ഓരോ തവണയും നമ്മൾ ഡയഗ്രാം മാറ്റി വരയ്ക്കേണ്ടതായിട്ട് വരും, സ്റ്റേഷൻ ആഡ് ചെയ്താലോ ഡിലീറ്റ് ചെയ്താലോ. പിന്നെ അതുപോലെ തന്നെ no account is taken of the orographic features of the catchment. Orographic feature എന്ന് ഉദ്ദേശിക്കുന്നത്
മൗണ്ടേനിയസ് ഏരിയ ആണെന്ന് വിചാരിക്കാം. ഒരു മൗണ്ടേനിയസ് ഏരിയയിൽ മഴ പെയ്യുമ്പോൾ, അതായത് മലയോര പ്രദേശത്ത് മഴ പെയ്യുമ്പോൾ ആ ഒരു മഴയെയാണ് നമ്മൾ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പേരാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്നൊക്കെ പറയും. മലയോരത്ത് മഴ പെയ്യുമ്പോൾ. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു മൗണ്ടെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു 2 സൈഡ് ഉണ്ട് അല്ലേ? ആ മൗണ്ടെയിനിന്, ആ ഒരു മലയ്ക്ക് 2 സൈഡ് ഉണ്ട്. ഒരു ഭാഗത്ത് കാറ്റ് വീശും, മറ്റേ ഭാഗത്ത് കാറ്റൊന്നും വീശില്ല. അപ്പൊ ഈ കാറ്റൊക്കെ വീശുന്ന ഭാഗത്താണ് മഴ പെയ്യുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വിൻഡ്വേർഡ് സൈഡ് എന്ന് പറയാം. മറ്റേ ഭാഗത്തിന് ലീവേർഡ് സൈഡ്. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ തോന്നണ്ട, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ് നോക്കിയാൽ മതി, മനസ്സിലാവും. നിങ്ങൾക്കൊക്കെ ഒന്നുമില്ലെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് ഒക്കെ നോക്കാനുള്ള അവസരമുണ്ട്. ഇപ്പൊ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നോക്കാൻ പോലും പറ്റില്ല. ഓക്കെ, ഇപ്പൊ സുഖമായിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോ വിൻഡ്വേർഡ് ലീവേർഡ് സൈഡിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു മലയോര പ്രദേശത്ത് വിൻഡ്വേർഡ് സൈഡിൽ മഴ പെയ്യുന്നതിനെയാണ് നമ്മൾ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഈ ഒരു സ്ഥലം, ഇപ്പൊ ഞാൻ ഈ ഒരു കാച്ച്മെന്റ് എടുക്കുകയാണ്. അപ്പൊ ഈ ഒരു കാച്ച്മെന്റില് മലകളുണ്ടോ? അങ്ങനത്തെ സ്ഥലത്ത് കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഫീച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ എവിടെയാണ് മൗണ്ടേനിയസ് റീജിയൻ വരുന്നത്, അപ്പൊ അവിടെ എത്രത്തോളം കൂടുതൽ വരുന്നുണ്ട് റെയിൻഫോൾ, അപ്പൊ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അതാണ് പറയുന്നത് നോ അക്കൗണ്ട് ഇസ് ടേക്കൺ ഓഫ് ദ ഓറോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ദ കാച്ച്മെന്റ്. പിന്നെ പറയുന്നത് ദ അസംപ്ഷൻ ഓഫ് ലീനിയർ വേരിയേഷൻ ഓഫ് precipitation between 2 stations is not desirable since the precipitation is influenced by a large number of meteorological and catchment characteristics. അതായത് നമ്മൾ എപ്പോഴും precipitation എടുക്കുമ്പോൾ നമ്മളിപ്പോഴും ആവറേജ് ആണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഇപ്പോ A+B/2, അതായത് ഇവിടെ വരുന്ന റെയിൻഫോൾ ഡേറ്റ പ്ലസ് ഇവിടെ വരുന്ന റെയിൻഫോൾ ഡേറ്റ /2, അങ്ങനെ നമ്മൾ സിമ്പിൾ ആവറേജ് ആണ് എടുക്കുന്നത്. പക്ഷേ എങ്കിൽ അങ്ങനെ സിമ്പിൾ ആവറേജ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്കറിയാം അല്ലേ, അവിടുത്തെ മെറ്റീരിയോളജിക്കൽ, അതായത് ടെമ്പറേച്ചർ, വിൻഡ്, അതുപോലത്തെ കാലാവസ്ഥേനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് കറക്റ്റ് ആവറേജ് എടുത്ത് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ ഇവിടെ വളരെ കൂടുതലായിരിക്കും എയില്, ബിയിൽ അതുപോലെ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ നിന്നും അതിന്റെ ആവറേജ് എടുത്താൽ കറക്റ്റ് കിട്ടില്ല. അതൊക്കെ നമ്മുടെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, വിൻഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ കാച്ച്മെന്റ്, നമ്മൾ എത്രത്തോളം വെള്ളം താഴോട്ട് ഒഴുകുന്നുണ്ട് അതിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഭൂമിയിലേക്ക് ഒഴുകുന്നുണ്ട് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ the method does not consider topographic features and other barriers. അപ്പോൾ ഇവിടെ എന്തൊക്കെ ടോപ്പോഗ്രാഫിക് ഫീച്ചേഴ്സ്, അതായത് വലിയ വലിയ റോക്സ് വരുന്നുണ്ടോ, അതോ വല്ല പോണ്ട്, ലേക്ക്, അങ്ങനെ റിസർവോയേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഹില്ലി ഏരിയാസ് ഉണ്ടോ, അപ്പൊ അങ്ങനത്തെ ടോപ്പോഗ്രാഫിക് ഫീച്ചേഴ്സിനെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് തന്ന ആ ഒരു ഏരിയനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തീസൺ പോളിഗൺ മെത്തേഡ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അറിയാം എങ്ങനെ ഏരിയ കാണുന്നു, നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് അതിന്റെ ഇടയിലുള്ള ഏരിയ. അതെ, അപ്പൊ അത് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് തീസൺ പോളിഗൺ മെത്തേഡ്. അപ്പൊ അതിന് കുറെ ഡ്രോബാക്സ് ഉണ്ട്. പക്ഷേങ്കിലും ആദ്യത്തെ മെത്തേഡ്, അതായത് അരിത്മെറ്റിക് ആവറേജ് മെത്തേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അക്യുറേറ്റ് ആണ്. കാരണം നമ്മൾ ഏരിയനെ ബേസ് ചെയ്തിട്ടെങ്കിലും ഓരോ റെയിൽവേ സ്റ്റേഷനിലും വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു മെത്തേഡ്, അടുത്ത മെത്തേഡ് നോക്കാം, ഐസോഹൈറ്റൽ മെത്തേഡ്. ഐസോഹൈറ്റ്, അപ്പൊ ഒരു ഐസോഹൈറ്റ് എന്ന് വെച്ചാല് എന്താണ് ഒരു ഐസോഹൈറ്റ് എന്ന് നമുക്ക് നോക്കാം.
An isoheight is a line on a rainfall map of the basin joining places of equal rainfall reading. അതായത് നമുക്കൊരു കാച്ച്മെന്റ് ഏരിയ ഉണ്ട്. ആ ഒരു കാച്ച്മെന്റ് ഏരിയയിൽ ഞാൻ പറയുകയാണ് എനിക്ക് 30 സെന്റിമീറ്റർ അല്ല 30 mm റെയിൻഫോൾ വേണമെന്ന് ഞാൻ പറയുകയാണ്. 30 mm റെയിൻഫോൾ എവിടേക്കാണോ വീഴുന്നത് ആ റീജിയൻസ് എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ എനിക്ക് വരയ്ക്കണം. ആ ലൈനിനെയാണ് ഐസോഹൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഒരു കാച്ച്മെന്റ്, ഇപ്പൊ ഇതൊരു കാച്ച്മെന്റ് ഏരിയ ആയിട്ട് എടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു റെക്ടാംഗിൾ, നമ്മുടെ ഈ സ്ക്രീനിൽ നമുക്കൊരു കാച്ച്മെന്റ് ഏരിയ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കാച്ച്മെന്റ് ഏരിയ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞ 30 mm റെയിൻഫോള് ഈ ഒരു കാച്ച്മെന്റിൽ എവിടേക്ക് വീഴുന്നുണ്ട് എന്ന് ഞാൻ നോക്കും. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണത് ഈ ഒരു പോർഷനിൽ 30 mm റെയിൻഫോൾ ആണ്, ഈ ഒരു പോർഷനിൽ 30 mm റെയിൻഫോൾ, ഈ ഒരു പോർഷനിൽ 30 mm റെയിൻഫോൾ ആണ് എന്ന് പറയുകയാണ്. എന്നിട്ട് അത് മൂന്നും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനിനെയാണ് ഞാൻ എന്ത് വിളിക്കുക? ഐസോഹൈറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു ലൈന് അതിനെയാണ് ഐസോഹൈറ്റ്. അപ്പൊ ഒന്നും കൂടെ ഇനി വായിച്ചു നോക്കൂ. An isoheight is a line on a rainfall map of the basin joining places of equal rainfall reading. Equal rainfall, ഒരേ മഴ ഡെപ്ത്. റെയിൻഫോൾ എന്ന് പറയുമ്പോൾ ഡെപ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ റെയിൻഫോൾ വരുന്ന പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ, അതാണ് ഐസോഹൈറ്റ്. അപ്പൊ ഈ ഐസോഹൈറ്റൽ മാപ്പ് എന്താണ് നോക്കാം. An isoheital map showing നിങ്ങൾക്ക് കോണ്ടൂർ എന്താണെന്ന് അറിയോ? സർവേയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ, കോണ്ടൂർ അറിയാമെങ്കിൽ ഐസോഹൈറ്റ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സീ ലെവലില്ലേ, മെയിൻ സീ ലെവലിൽ നിന്ന് ഓരോ സ്ഥലത്തിനും ഓരോ ഹൈറ്റ് ഉണ്ട് നമുക്കറിയാം അല്ലെ? എലിവേഷൻ, ഓരോ ഗ്രൗണ്ടിലെ പോയിന്റിനും ഓരോ എലിവേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഈക്വൽ എലിവേഷൻസ് വരുന്ന പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്യുന്ന ലൈൻ, അതിനെയാണ് കോണ്ടൂർ എന്ന് പറയാം. അപ്പൊ അതുപോലത്തെ ഒരു ഈക്വൽ റെയിൻഫോൾ ജോയിൻ ചെയ്യുന്നതാണ് ഐസോഹൈറ്റ്. അപ്പോൾ an isoheital map showing contour of equal rainfall presents a more accurate picture of the rainfall distribution over the basin. അപ്പോൾ നേരത്തെ നമ്മുടെ തീസൺ പോളിഗണ വെച്ച് നോക്കുമ്പോൾ അതിലും അക്യുറേറ്റ് ആണ് നമ്മുടെ ഈ ഒരു മെത്തേഡ്, ഐസോഹൈറ്റൽ മെത്തേഡ്. കാരണം നമ്മൾ റെയിൻഫോൾ, ഈക്വൽ റെയിൻഫോൾ വരുന്ന എല്ലാ പോയിന്റുകളെയും ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏരിയ എടുക്കുന്നത്. അത് ഞാൻ പറയാം, ആ ഒരു ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോർമുല ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിലൊരു ഐസോഹൈറ്റൽ മാപ്പ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് 10 mm റെയിൻഫോൾ, എനിക്ക് 10 mm റെയിൻഫോൾ കിട്ടുന്ന എല്ലാ പോയിന്റുകളും വേണം ഈ ഒരു കാച്ച്മെന്റ് ഏരിയയിൽ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ എനിക്ക് 10 mm റെയിൻഫോൾ കിട്ടി, പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞ് ഈ ഒരു പോയിന്റിൽ കിട്ടി, പിന്നെ ഈ ഒരു പോയിന്റിൽ 10 mm റെയിൻഫോൾ കിട്ടി, ഈ ഒരു പോയിന്റിൽ 10 mm റെയിൻഫോൾ കിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ കിട്ടിയ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് ഒരു ലൈനാക്കി മാറ്റി. അപ്പൊ ആ ഒരു ലൈനിനെയാണ് ഐസോഹൈറ്റ് എന്ന് പറയാം. ഇനി ഇതിപ്പോ ഇവിടെ 11 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 11 എന്ന് ഉദ്ദേശിക്കുന്നത് 11 mm റെയിൻഫോൾ, 11 mm റെയിൻഫോളിന്റെ ഐസോഹൈറ്റൽ ലൈൻ ആണ് ഇത്. ഇപ്പൊ ഈ ഒരു ലൈനിൽ ഞാൻ എവിടെ നോക്കിയാലും എനിക്ക് 11 mm റെയിൻഫോൾ ആണ് കിട്ടുക. അതുപോലെ ഈ ഒരു ലൈനിൽ എത്രയായിരിക്കും എനിക്ക് കിട്ടുക? എവിടെ ഞാൻ മെഷർ ചെയ്താലും എനിക്ക് കിട്ടാൻ പോകുന്നത് 12 mm റെയിൻഫോൾ ആയിരിക്കും.
അതുപോലെ ഈ ഒരു ലൈനിൽ എവിടെ ഞാൻ മെഷർ ചെയ്താലും എനിക്ക് കിട്ടുക 13 mm റെയിൻഫോൾ, ഇവിടെ 14 mm റെയിൻഫോൾ. അപ്പൊ ആ ലൈനിനെയാണ് നമ്മൾ ഐസോഹൈറ്റൽ ലൈൻ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലൈന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഏരിയ കാൽക്കുലേറ്റ് ആവറേജ് പ്രസിപ്പിറ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. From the rainfall values recorded at various rain gauge stations, prepare the isoheital map. അപ്പോൾ നമുക്ക് കിട്ടിയ എല്ലാ റെയിൻഫോൾ വാല്യൂസിൽ നിന്നും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു ഐസോഹൈറ്റ് വരയ്ക്കണം. അപ്പൊ എല്ലാ ഐസോഹൈറ്റും വരച്ചാൽ ഇതിനെ നമുക്കൊരു ഐസോഹൈറ്റൽ മാപ്പ് എന്ന് പറയാം. ഐസോഹൈറ്റൽ മാപ്പ്. എന്നിട്ട് എന്ത് ചെയ്യണം? Measure the areas enclosed between the successive isoheights with the help of a planimeter. അപ്പോൾ ഒരു പ്ലാനിമീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഇൻസ്ട്രുമെന്റ് വെച്ച് നമുക്ക് ഇറഗുലർ ഫിഗേഴ്സിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഇറഗുലർ ഫിഗർ, അതായത് നമുക്കിപ്പോൾ റെഗുലർ ഫിഗേഴ്സ് നമുക്കറിയാം, ട്രയാങ്കിള്, അതുപോലെ റെക്ടാങ്കിള്, സ്ക്വയർ, പിന്നെ അതുപോലെ പെന്റഗൺ, ഹെക്സഗൺ, ഇതിന്റെയൊക്കെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം, ഫോർമുലാസ് ഉണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഏരിയ, ഇപ്പൊ ഇതൊരു ഇറഗുലർ ഏരിയ ആണ്. അപ്പൊ അങ്ങനത്തെ ഏരിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പ്ലാനിമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ഓക്കെ, നിങ്ങൾ നെറ്റിൽ ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും, ഈ പ്ലാനിമീറ്ററിന്റെ ഒരു ഫിഗർ കിട്ടും നിങ്ങൾക്ക്. ആ ഒരു എങ്ങനെയാണ് ഈ പ്ലാനിമീറ്റർ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ പ്ലാനിമീറ്റർ വെച്ച് നമ്മൾ ഈ രണ്ട് ഐസോഹൈറ്റ്, സക്സസീവ് ഐസോഹൈറ്റ്സിന്റെ ഇടയിലുള്ള ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും യൂസിങ് എ പ്ലാനിമീറ്റർ ട്ടോ. എന്നിട്ടോ multiply each of these area by the average rainfall between the isoheights. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോർമുല ആവറേജ് റെയിൻഫോൾ എന്ന് പറയുന്നത് ഈ രണ്ട് ഐസോഹൈറ്റ്സിന്റെയും ആവറേജ് ഡിവൈഡഡ് ബൈ ഇതിന്റെ ഇടയിലുള്ള ഏരിയ. ഒന്നും കൂടെ ഞാൻ പറയാം, ആവറേജ് റെയിൻഫോൾ എന്ന് പറയുന്നത് ഈ രണ്ട് ഐസോഹൈറ്റുകളുടെ ആവറേജ്, അതായത് 10 + 11/2. ഇപ്പൊ ഇവിടെ 10.5 എന്ന് വരും, അതാണ് ആവറേജ് റെയിൻഫോൾ ഇൻറ്റു ഈ ഏരിയ പ്ലസ് പിന്നെന്താ ഈ രണ്ട് ഐസോഹൈറ്റുകളുടെ ആവറേജ്, അതായത് 11 + 12/2 എന്ന് പറയുമ്പോൾ 11.5 ഇൻറ്റു അതിന്റെ ഇടയിലുള്ള ഏരിയ പ്ലസ് അടുത്തത് ഈ രണ്ട് ഐസോഹൈറ്റുകളുടെ ആവറേജ് ഡിവൈഡഡ് ബൈ അതിന്റെ ഇടയിലുള്ള ഏരിയ പ്ലസ് ഈ രണ്ട് ഐസോഹൈറ്റുകളുടെ ആവറേജ് ഇൻറ്റു അതിന്റെ ഇടയിലുള്ള ഏരിയ. പിന്നെ അതുപോലെ ഈ ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും, അപ്പോൾ അതിന്റെ ആവറേജ് ഈ ഏരിയ. ഇത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ദ കാച്ച്മെന്റ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രസിപ്പിറ്റേഷൻ വാല്യൂ. ഓക്കെ, അപ്പൊ അത് നോക്കാം. കണ്ടോ, ഇനിയിപ്പോ ഈ ഒരു ഫോർമുല നോക്കൂ. സം ഓഫ്, അത് നേരത്തെ സമ്മേഷൻ ഇട്ടതാണ്, ഏരിയ ഇൻറ്റു ഓരോ ഏരിയയും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം, ഇൻറ്റു രണ്ട് ഐസോഹൈറ്റുകളുടെ ആവറേജ് പ്ലസ് സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെയും ആഡ് ചെയ്ത് പോകുന്നതിന് ഒറ്റവാക്കിൽ എഴുതിയതാണിത് കേട്ടോ, സമ്മേഷൻ അല്ലെ സിഗ്മ എന്നൊക്കെ പറയും. അപ്പൊ സിഗ്മ ഇതെന്ന് പറയുന്നത് ഓരോ രണ്ട് ഐസോഹൈറ്റ് എടുക്കുക, അതിന്റെ ആവറേജ് ഡിവൈഡഡ് ബൈ അതിന്റെ ഇടയിലുള്ള ഏരിയ പ്ലസ് അടുത്ത രണ്ട് ഐസോഹൈറ്റിന്റെ ആവറേജ് ഇൻറ്റു അതിന്റെ ഇടയിലുള്ള ഏരിയ പ്ലസ് അടുത്ത രണ്ട് ഐസോഹൈറ്റിന്റെ ആവറേജ് ഇൻറ്റു അതിന്റെ ഇടയിലുള്ള ഏരിയ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, അതായത് ആ കാച്ച്മെന്റിന്റെ മുഴുവനായിട്ടുള്ള ഏരിയ. അങ്ങനെയാണ് ആവറേജ് റെയിൻഫോൾ നമ്മൾ ഐസോഹൈറ്റൽ മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പേര് നിങ്ങൾക്ക് ആ പേര് ഓർക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളത് ഓർക്കാൻ എളുപ്പമാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്. കാരണം ഓരോ പേരും അതിനനുസരിച്ച് തന്നെയാണ്. തീസൺ പോളിഗൺ മെത്തേഡ്, അപ്പൊ അത് പോളിഗൺ ആക്കി തിരിക്കുകയാണ് നമ്മൾ. ഓരോ പോളിഗൺ
ഞാൻ പറഞ്ഞു എന്താണ് പോളിഗൺ. ഒരു n സൈഡഡ് ഫിഗർ അല്ലെ, എത്രയും ആവാം, അത്രയും സൈഡഡ് ഫിഗർ ആണ് പോളിഗൺ. അപ്പൊ അങ്ങനെയാക്കി തിരിച്ചിട്ടാണ് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചത്. ഐസോഹൈറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഐസോഹൈറ്റ് ആക്കി മാറ്റും, അതായത് ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ റെയിൻഫോൾ. അപ്പൊ അങ്ങനത്തെ ലൈൻസ് നമ്മൾ വരച്ചിട്ട് പിന്നെ ഏരിയ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് the isoheital method is a most elaborate and accurate than other methods. അപ്പൊ ഇതാണ് ഏറ്റവും accurate compared to ബാക്കി എല്ലാ മെത്തേഡ്സ്. ഓക്കെ, ഇനി നാലാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, ഗ്രിഡ് പോയിന്റ് മെത്തേഡ്. പക്ഷെ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പൊതുവേ ഇതങ്ങനെ എന്താ ചോദിച്ചു കണ്ടിട്ടില്ല. എങ്കിലും നമുക്കൊന്ന് നോക്കാം, ഒന്ന് വായിച്ചു വിടാം. ഇപ്പൊ ഗ്രിഡ് പോയിന്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതും ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗ്രിഡ്. ഗ്രിഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഗ്രാഫ് ഒക്കെ കണ്ടിട്ടില്ലേ, ഗ്രാഫിലെ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ലൈന് ഒരു ഈക്വൽ സ്പേസിങ്ങിൽ വരയ്ക്കുക, അതാണ് ഒരു ഗ്രിഡ്. അപ്പൊ അതുപോലെ നമ്മളൊരു ഗ്രിഡ് വരച്ചു, എന്നിട്ട് ആ ഗ്രിഡിന്റെ മുകളിൽ നമ്മുടെ കാച്ച്മെന്റ് ഓവർലാപ്പ് ചെയ്തു, സൂപ്പർ ഇമ്പോസ് ചെയ്ത് വെച്ചു. അതായത് അതിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു, ഗ്രിഡിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ എ യൂണിഫോം റെക്ടാങ്കുലർ ഗ്രിഡ് അറ്റ് സം സ്യൂട്ടബിൾ സ്പേസിംഗ് ഇസ് ഡ്രോൺ. അപ്പൊ യൂണിഫോം ഒരു ഗ്രിഡ് വരയ്ക്കും. മാപ്പ് ഓഫ് ദ ബേസിൻ along with the depth of precipitation is superimposed. അപ്പൊ ഞാൻ പറഞ്ഞു ഈ മാപ്പ് നമ്മൾ ആ ഗ്രിഡിന്റെ മുകളിൽ വെക്കും, സൂപ്പർ ഇമ്പോസ് എന്നാണ് നമ്മൾ പറയാം, മുകളിൽ വെക്കും. At corners of grid points, precipitation is estimated suitably by considering the weather and storm characteristics of the basin. അപ്പൊ നമ്മൾ ഈ ഗ്രിഡ് പോയിന്റിന്റെ കോർണേഴ്സിൽ അതാ കണ്ടോ, ഈ കോർണേഴ്സ് ഓരോ ഗ്രിഡ് പോയിന്റിന്റെ കോർണേഴ്സിലും ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ്, ഈ പോയിന്റ്, അങ്ങനെ ഈ ഗ്രിഡ് പോയിന്റിന്റെ ഓരോ കോർണേഴ്സിലും നമ്മൾ എന്ത് ചെയ്യും, എത്രയാണ് നമ്മുടെ precipitation വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കും. അതെങ്ങനെയാ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ അവിടുത്തെ ആ ഒരു പ്രദേശത്തെ ടെമ്പറേച്ചറും അതുപോലെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് എത്ര precipitation വരുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കും ഓരോ ഗ്രിഡ് പോയിന്റിലും. എന്നിട്ട് the average precipitation of the 4 grid corners is then multiplied by the area of the grid. അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു പോർഷൻ ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഗ്രിഡ് എങ്കിൽ ഈ 4 കോർണേഴ്സിന്റെയും precipitation ഞാൻ കണ്ടുപിടിക്കും. ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ നോക്കി ഏകദേശം ഇവിടെയൊക്കെ വരുന്ന precipitation കണ്ടുപിടിക്കും. എന്നിട്ട് ആ 4ന്റെയും ആവറേജ് എടുക്കും. ഇതിപ്പോ എ ബി സി ഡി ആണെങ്കിൽ a plus b plus c plus d by 4, അതാണ് ആവറേജ് അല്ലേ, 4 ഉണ്ട്, അപ്പൊ by 4, അപ്പൊ നമുക്ക് ആവറേജ് കിട്ടും. അപ്പൊ ആ ഒരു ആവറേജ് precipitation ഇൻറ്റു ഈ ഒരു ഏരിയ, ഈ ഗ്രിഡിന്റെ ഏരിയ, അതാണ്. അപ്പൊ ഈ ഒരു കേസ് വരുമ്പോ എന്തായിരിക്കും, ഈ 4 ഗ്രിഡ് പോയിന്റുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കുക ഇൻറ്റു ഇത്ര ഏരിയ അല്ലെ, അത് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ, ഇത്ര ഏരിയ. അപ്പൊ അങ്ങനെ മുഴുവൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ആവറേജ് റെയിൻഫോൾ. But the sum of all such points divided by the total area of the basin will give the average precipitation of the basin. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യാം, എന്നിട്ട് divided by നേരത്തെ പോലെ divided by the total area of the catchment will give the precipitation for the basin. അപ്പോൾ ഈ 4 മെത്തേഡ്സിലും ഫോർമുല ഏകദേശം കണ്ടാൽ സെയിം ആയിട്ട് തോന്നും, പക്ഷേങ്കിൽ ഏരിയ എന്ന് പറയുന്ന ആ ഒരു ടേം ഡിഫറെന്റ് ആണ്. കൺസെപ്റ്റ് മനസ്സിലായാലേ നിങ്ങൾക്ക് ആ ഏരിയയ്ക്ക് അതിന്റെ വാല്യൂ എടുക്കാൻ പറ്റും ക്വസ്റ്റ്യനിൽ തരുമ്പോൾ. ഇപ്പോൾ ഒരു ഐസോഹൈറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് 2 ഐസോഹൈറ്റുകളുടെ ഇടയിലുള്ള ഏരിയ ആണ്. ഇപ്പൊ ഞാൻ തീസൺ പോളിഗൺ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലെ ഒരു റെയിൻബോ സ്റ്റേഷന്റെ ഏരിയ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേഷൻ എൻക്ലോസ് ചെയ്യുന്ന പോളിഗണിന്റെ ഏരിയ ആണ്. ഇപ്പൊ ഈ ഒരു കേസിൽ ഞാൻ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രിഡിന്റെ ഏരിയ ആണ്. ഓക്കെ,
അപ്പൊ ഫോർമുല പഠിക്കാൻ എളുപ്പമാണ്, കാരണം ഫോർമുല ഏകദേശം സെയിം ആണ് എല്ലാ മൂന്നെണ്ണത്തിനും. ആദ്യത്തേത് ഒഴിച്ച് ബാക്കി മൂന്നെണ്ണത്തിന്റെ ഫോർമുല ഏകദേശം സെയിം ആണ്. പക്ഷേങ്കിൽ എന്താണ്, നമ്മുടെ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഏത് ഏരിയ ആണ് എടുക്കേണ്ടത്, ഏത് പ്രസിപ്പിറ്റേഷൻ ഡാറ്റ ആണ് കറസ്പോണ്ടിംഗ്ലി എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയണം. ഓക്കെ, അപ്പൊ അതാണ് 4 മെത്തേഡ്സ്. ഇനി നമുക്ക് അപ്പൊ ആദ്യം അരിത്മെറ്റിക് ആവറേജ് മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. So using arithmetic average method, find the average rainfall over a catchment. For rain gauge data തന്നിട്ടുണ്ട് 12.6, 18.8, 14.8, 10.4 and 16.2 mm. ഇതാണ് rain gauge data. അപ്പോൾ നമുക്ക് average rainfall എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം arithmetic average method എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും simplest method ആണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? P average എന്ന് പറയുന്നത് വെറുതെ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റാസ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റാസ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പൊ ഇവിടെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 1, 2, 3, 4, 5. 5 ഒബ്സർവേഷൻസ് ആണ്. അപ്പൊ നമ്മൾ തന്ന ഒബ്സർവേഷൻസ് എല്ലാം ആഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമുക്ക് എന്താണ് ആവറേജ് റെയിൻഫോൾ വാല്യൂ കിട്ടി. അപ്പൊ ഇതാണ് അരിത്മെറ്റിക്കൽ ആവറേജ് മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യുന്ന ആവറേജ് റെയിൻഫോൾ ഡേറ്റ. ഇനി നമുക്ക് ബാക്കി 2 മെത്തേഡ്സിന്റെയും ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് എല്ലാ മെത്തേഡ്സിന്റെയും കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, എന്നാലേ മറ്റേത് ഫോർമുല കണ്ടു കഴിഞ്ഞാൽ എല്ലാ മെത്തേഡ്സും ഒരുപോലെയാണ്, പക്ഷേങ്കിൽ എടുക്കുന്ന ഏരിയ ഡിഫറെന്റാ. ഞാൻ പറഞ്ഞതുപോലെ തീസൺ പോളിഗൺ ആണെങ്കിൽ ആ പോളിഗൺ ആണ് അവിടുത്തെ ഏരിയ. ഐസോഹൈറ്റൽ മെത്തേഡ് ആണെങ്കിൽ 2 ഐസോഹൈറ്റുകളുടെ ഇടയിൽ വരുന്നതാണ് ഏരിയ. ഓക്കെ, അതുപോലെ ഗ്രിഡ് പോയിന്റ് മെത്തേഡ് ആണെങ്കിൽ ആ ഒരു ഗ്രിഡിന്റെ ഉള്ളിൽ വരുന്നതാണ് ഏരിയ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചു പോവുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ബുദ്ധിമുട്ടാവും. കാരണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ, സിലബസ് ഇങ്ങനെ പഠിക്കുമ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിച്ചു പോവുക, അല്ലെ എക്സാമിന്റെ തലേന്ന് ബുദ്ധിമുട്ടാവും എല്ലാം കൂടെ മനസ്സിലാക്കാൻ കേട്ടോ. അന്ന് പഠിക്കാൻ പോയാലുള്ള പ്രശ്നം ഈ തീസൺ പോളിഗണും ഈ ഐസോഹൈറ്റൽ മെത്തേഡും ഈ ഗ്രിഡ് മെത്തേഡും എല്ലാം കൂടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കി പഠിച്ചു പോവാം. അപ്പൊ അടുത്ത പ്രോബ്ലംസ് നമുക്ക് അടുത്ത മെത്തേഡ്സ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത മെത്തേഡിന്റെ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.